അൻവറിന് മുന്നിൽ UDF വാതിൽ തുറക്കേണ്ട എന്ന നിലപാടിന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്തുണ. അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടെങ്കിലും നേതാക്കൾ എതിർത്തു. വിവാദ പരാമർശങ്ങളിൽ ഡോക്ടർ ശശി തരൂർ MP-ക്കെതിരെയും വിമർശനമുയർന്നു. ആശയക്കുഴപ്പം ഒഴിവാക്കി തരൂരിനെ ചേർത്ത് നിർത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നിലമ്പൂർ വിജയത്തിലെ ക്രെഡിറ്റ് തർക്കവും ചർച്ചയായി. ക്രെഡിറ്റിനെക്കുറിച്ച് തർക്കമില്ല എന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ക്യാപ്റ്റൻ മേജർ പരാമർശത്തിൽ താൻ പട്ടാളക്കാരൻ എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഞങ്ങൾ ഒരു പാർട്ടിയായിട്ടല്ല ചർച്ച നടത്തിയിട്ടുമില്ല, ഒരു പാർട്ടിയും ക്ഷണിച്ചിട്ടുമില്ല. ജനങ്ങളെയാണ്. നിലമ്പൂരിൽ എന്താ അവരാരും കൊണ്ടായിട്ടാണോ? ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നല്ലേ പറഞ്ഞത്. ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്. അതൊരു അടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. ഐ എം എ സോൾജിയർ. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയായി എന്നാണോ മനസ്സിലാക്കേണ്ടതിൽ? അൻവറിന്റെ കാര്യത്തിൽ അങ്ങനെ നോ എന്നൊരു പൂർണ്ണമായി ഒരു നോയിലേക്ക് കടന്നിട്ടുണ്ടോ കോൺഗ്രസ്? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമൊക്കെ പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന അഭിപ്രായങ്ങൾ പലതരത്തിലായിരുന്നു. അപ്പം ലീഗിന് ഇതിൽ വ്യത്യസ്ത നിലപാടുണ്ട്. പക്ഷേ പാർട്ടി അതിൽ വാതിൽ പൂർണ്ണമായി അടച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അനുജ, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളും രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയിലേക്ക് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ അൻവറുമായി ബന്ധപ്പെട്ട എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത്. യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത കെ സുധാകരൻ മാത്രമാണ് അൻവറിനെ UDF-ലേക്ക് എത്തിക്കണം എന്നൊരു അഭിപ്രായം ഉയർത്തിയത്. മറ്റ് നേതാക്കളാരും അൻവറിന് വേണ്ടി കാര്യമായി സംസാരിച്ചില്ല. മാത്രമല്ല, അൻവർ ഇല്ലാതെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്, അതുകൊണ്ട് അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം യോഗത്തിൽ ഉയർന്നു. അതിനായിരുന്നു കൂടുതൽ പിന്തുണ ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഇനി കടമ്പകൾ ഒരുപാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ അൻവറിന് വേണ്ടി വാദിച്ചിരുന്ന നേതാക്കൾ പോലും, പരസ്യമായി നിലപാടെടുത്തിരുന്ന നേതാക്കൾ പോലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അൻവറിന് വേണ്ടി സംസാരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവാദമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം. ആ വിവാദവും ചർച്ചയായി. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നില്ല എന്ന് മാത്രം. ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവർ VS ജോയിയെ മാതൃകയാക്കണമെന്നായിരുന്നു KC വേണുഗോപാൽ യോഗത്തിൽ പറഞ്ഞത്. ക്രെഡിറ്റ് വിവാദം പാർട്ടിക്ക് ഗുണമാവില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് മറ്റ് നേതാക്കളിൽ നിന്ന് ഉയർന്നു വന്നത്. ഒപ്പം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ചില നേതാക്കൾ പുനഃസംഘടന ഉടനെ വേണ്ട എന്നും മറ്റു ചില നേതാക്കൾ വളരെ വേഗത്തിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്നും അഭിപ്രായപ്പെട്ടു. ശശി തരൂർ വിവാദവും യോഗത്തിൽ ചർച്ചയായി. ശശി തരൂരിനെതിരെയായിരുന്നു കൂടുതൽ നേതാക്കളും സംസാരിച്ചത്. നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നവരെ ആ നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു ആ അഭിപ്രായം. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് ആ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടായിരുന്നു. ശശി തരൂർ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കണം, ശശി തരൂരിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത്. അനുജ, അതാണെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായത്.